നന്നാക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എന്തിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഹൃദയമൊന്ന് സംശുദ്ധമാകേണ്ടത്? ഏതൊക്കെ മാലിന്യങ്ങളാണ് നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടത്? നാം എല്ലാവരും ഒരു വേള ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ ഖൽബിനെ ബാധിക്കുക? ഏതിൽ നിന്നെല്ലാമാണ് നാം സംശുദ്ധമായി നിൽക്കേണ്ടത്? ഒരു 1-2 വിഷയങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, നമ്മുടെ ഖൽബിൽ ഏറ്റവും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടത് കിബ്ർ എന്ന് പറയുന്ന രോഗത്തിനെ തൊട്ടാണ്. കിബ്ർ എന്ന് പറയുന്ന രോഗം, സുബ്ഹാനല്ലാഹ്, എന്താണ് കിബ്ർ എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ മുഴുവനും നിസ്സാരപ്പെടുത്തിയിട്ട് ഞാനാണ് വലിയവൻ എന്ന ഒരു വിചാരം സ്വന്തം മനസ്സിലുള്ള കാലത്തോളം നാം ചെയ്യുന്ന ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. എത്ര നിസ്കരിച്ചാലും സ്വർഗത്തിൽ കടക്കൂല, എത്ര നോമ്പ് നോറ്റാലും സ്വർഗത്തിൽ കടക്കൂല. പിന്നെ എന്ത് വേണം? ഖൽബുൻ സലീം, നിഷ്കളങ്കമായ മനസ്സ് വേണം. നിഷ്കളങ്കമായ മനസ്സ് വേണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ നമുക്കൊരു ദുആ കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. പടച്ചവനെ, വിശ്വാസികളായ ആളുകളോട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ യാതൊരു വൈരാഗ്യവും നൽകല്ലേ അല്ലാഹ്. എന്റെ ഈ വൈരാഗ്യമുണ്ടായാലുള്ള വിഷയം, നാളെ സലീമായ ഖൽബോടെ അല്ലാഹനെ കാണാൻ കഴിയൂല. സലീമായ ഖൽബില്ലേ, എന്നാൽ ചെയ്ത അമല് മുഴുവനും വെള്ളത്തിൽ എഴുതിയതുപോലെ കാണാനുണ്ടാവുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാമതായി നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ രോഗമാണ് കിബ്ർ എന്ന് പറയുന്ന രോഗം. ഞാൻ ഈ മജ്‌ലിസിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുകയാണ്, ഞാൻ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോ എല്ലാവരും എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. ഏതെങ്കിലും ഒരാളെ എഴുന്നേൽക്കാതെ എവിടെയെങ്കിലും അങ്ങ് ഇരുന്ന് കളഞ്ഞാൽ അവനോട് എന്റെ മനസ്സിൽ എന്തോ ഒരു ഈർഷ്യത തോന്നുകയാണ്. ഈ ഒരു മനസ്സാണോ മോനെ നിസ്കരിച്ചാൽ അള്ളാനെ കാണാൻ കഴിയൂല? അള്ളാഹുവിനെ റഹ്മത്തിന്റെ കാണൽ കാണണം. അള്ളാഹുവിന്റെ ആ സ്വർഗമെന്ന് പറയുന്ന ലോകത്തെ കടന്നു ചെല്ലാൻ മനസ്സ് ക്ലിയറില്ലേ, നിനക്ക് സാധിക്കുകയില്ല. അതാണല്ലോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് കാണാം. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുലുൽ ജന്ന. ഏതെങ്കിലും ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ ലവലേശം അഹങ്കാരമുണ്ടോ, ലോകത്തിന്റെ നേതാവ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന. മോനെ, സ്വർഗത്തിൽ കയറാൻ കഴിയൂല. മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വലിയവനാണെന്ന് വിചാരമുണ്ടോ, ഏത് അമൽ ചെയ്താലും സ്വർഗത്തിൽ കയറൂല. അതാണല്ലോ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മാലാഖമാക്കി ഇൽമ പഠിപ്പിച്ചു കൊടുത്ത വലിയ ഉസ്താദാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന നമ്മുടെ വലിയുപ്പ, ആ വലിയുപ്പന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു അങ്ങ് കൽപ്പിച്ചപ്പോ ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് മാത്രമങ്ങ് മാറി നിൽക്കുന്നു, മറ്റ് എല്ലാ മലായികത്തും അവളെ സുജൂദ് ചെയ്യുകയാണ്. ഇബ്ലീസ് മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയുമോ? അബാ വസ്തക്ബറ.
ഇബ്ലീസ് മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം കൊണ്ടങ്ങ് മാറി നിന്നതാണ്. എന്നിട്ട് അള്ളാഹിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അസ്ജുദു ലിമൻ ഖലഖത തീനാ, അല്ലാഹുവേ നീ എന്നെ പടച്ചത് തീ കൊണ്ടാണല്ലോ, ആദം കേവലം കളിമണ്ണ് കൊണ്ടല്ലേ സൃഷ്ടിക്കപ്പെട്ടത്, ആ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുന്നിൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? ഇത് ന്യായമല്ലല്ലോ, ഇത് നീതിയല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അഹങ്കാരം കാണിച്ചുകൊണ്ട് ഇബ്ലീസ് അങ്ങ് മാറി നിൽക്കുന്നു. എന്നാൽ അതുവരെ മാലാഖമാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാണെന്ന ഒരു പരിഗണന പോലും അല്ലാഹു തആല ഇബ്ലീസിന് കൊടുക്കുന്നില്ല. മറിച്ചോ അവിടുന്ന് അല്ലാഹു ഒരൊറ്റ ഓർഡറെന്ന് പുറപ്പെടുവിക്കുന്നു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. എടോ ഇബ്ലീസേ, പോടാ പുറത്ത്, നിനക്കിനി സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെയുള്ള അതേ സകല മുഅ്മിനീങ്ങളും ഇബ്ലീസിന് കൊടുക്കുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഫഇന്നക റജീം. ഇബ്ലീസേ, നീ ശപിക്കപ്പെട്ടവനാ. എന്റെ സഹോദരന്മാരെ, ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്ത മാലാഖമാരുടെ പേര് നാം ഇന്ന് കേൾക്കുമ്പോ ഓരോ മുഅ്മിനീങ്ങളും മനസ്സുകൊണ്ട് പറയുന്നൊരു വാചകമുണ്ട്, അലൈഹിസ്സലാം, അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നാൽ ഒരു കാലത്ത് ആ മാലാഖമാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഇബ്ലീസ് ഉണ്ടല്ലോ, ആ ഇബ്ലീസിന്റെ പേരെന്ന് കേൾക്കുമ്പോ മുഅ്മിനീങ്ങൾ പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശാപം ഉണ്ടാകട്ടെ. എന്തേ ഇബ്ലീസിനെ കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇബ്ലീസിന് ഇൽമ കുറഞ്ഞതുകൊണ്ടോ ഇബ്ലീസിന് മറ്റൊന്നും കുറവുള്ളതുകൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ലെവലേശം ഒരു സെക്കൻഡ് നേരം കിബറങ്ങ് കാണിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് ആദ്യം പുറത്താക്കുകയാണ്. കിബറുണ്ടോ എന്നാൽ അവന് സ്വർഗത്തിൽ സ്ഥാനമില്ല. മനുഷ്യന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹുവിന്റെ പേരുകൾ ഇങ്ങനെ പഠിക്കുമ്പോ അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ ഒരു നാമം നമുക്ക് കാണാം, അല്ലാഹു മുസ്തക്ബിറുൻ. അല്ലാഹു തആല വലിയ കിബ്ർ കാണിക്കുന്ന ആളാണ്. അല്ലാഹു കിബ്ർ കാണിക്കുന്ന ആളാണ്. എന്തേ അല്ലാഹു കിബ്ർ കാണിക്കാനുള്ള കാരണം? അല്ലാഹുവിന് അതിനുള്ള അർഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകം അഥവാ മാസിവൽ ബാരി തആല, അല്ലാഹയല്ലാത്ത എല്ലാത്തിനെയും പോറ്റി പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അല്ലാഹുവാണെങ്കിലോ ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് കിബ്ർ കാണിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യന്മാർ, നമുക്ക് അല്ലാഹുവിന്റെ ലോകത്ത് ജീവിക്കുമ്പോ കിബ്ർ കാണിക്കാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ? നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡുകളിലും നാം ഇവിടെ ജീവിക്കുന്നത് അല്ലാഹുവിന്റെ ഔദാര്യം പറ്റിക്കൊണ്ടാണ്. ഒരു ചെറിയ വിരല് സ്വന്തമായി അനക്കാനുള്ള കഴിവ് എനിക്കോ നിങ്ങൾക്കോ ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം എല്ലാ സമയത്തും നാം ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോ ആ അല്ലാഹുവിന്റെ മുന്നിൽ കിബ്ർ കാണിക്കാനുള്ള എന്ത് അധികാരമാണ് നാം ആകുന്ന മനുഷ്യന്മാർക്കുള്ളത് എന്ന് നാം ചിന്തിച്ചു നോക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഈ ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരുടെ അടുത്തും ചെന്ന് കൈ നീട്ടി യാചിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ.
രാവിലെ മുതൽ എല്ലാ ആളുകളുടെ അടുത്തും ചെന്ന് വല്ലതും തരണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരുടെ ഔദാര്യം ഇങ്ങനെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അതേ ആളുകളുടെ മുന്നിൽ വലിയ കിബിറ് കാണിച്ച് നടക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അവന് തലക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാട്ടുകാരുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന മനുഷ്യൻ അതേ നാട്ടുകാരുടെ മുന്നിൽ വലിയ ആളായിട്ട് തലക്കനവുമായി നടക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയുന്നു അവന് വിവരമില്ല കേട്ടോ. എന്നാൽ ഇതേ വിഷയമാണ് അള്ളാഹുവിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന നാം അവന്റെ മുന്നിൽ കിബ്റ് കാണിച്ച് നടക്കുമ്പോ മഹാന്മാര് പറയുന്നത് കാണാം. പൊട്ട നീയോരു പിഞ്ചോരക്കട്ട പിന്നീ കാട്ടും ചുമന്നോരു കട്ട. അള്ളാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിനക്ക് കിബിറ് തോന്നുന്നുണ്ടോ? അതേ നല്ല കമ്പനിയുടെ ഡയറക്ടറാണ്, അല്ലെങ്കിൽ മാനേജറാണ്, അല്ലെങ്കിൽ നല്ല എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. സുബ്ഹാനല്ലാഹ്, രാവിലെ നേരം പുലർന്നപ്പോ അതേ നല്ല കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് പോകാൻ വേണ്ടിയിട്ട് നല്ല പേന്റും ഷർട്ടും ധരിച്ച് ഇന്ന് ചെയ്ത് നല്ല ടൈയും കെട്ടിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പോയി നിൽക്കുമ്പോ അത്യാവശ്യം തരക്കേടില്ലാത്ത കോലത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ഞാൻ ഈ രൂപത്തിൽ എന്റെ കമ്പനിയിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ എല്ലാ സബോർഡിനേഴ്സും എന്നെ റെസ്പെക്ട് ചെയ്യും, ബഹുമാനിക്കും. ഞാൻ അത്യാവശ്യം വലിയ രൂപത്തിലാണ് ഇപ്പോഴുള്ളത്. ഇന്ന് എന്റെ മനസ്സിൽ ചെറിയൊരു കിബിറ് തോന്നുന്നുണ്ടോ? എന്നാൽ മഹാന്മാര് പറയുന്നു അതേ പിന്നിൽ കാട്ടും ചുമന്നോരു കൊട്ട. മോനെ, നീ ഏത് വലിയ കമ്പനി ഡയറക്ടറാണെങ്കിലോ, ഏത് വലിയ മാനേജറാണെങ്കിലോ, ഏത് വലിയ തസ്തിക അലങ്കരിക്കുന്ന ആളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിന്റെ അതേ പിൻഭാഗത്ത് ഒത്ത മധ്യത്തിലായി ഫിറ്റ് ചെയ്ത ഒരു അവയവം ഏതാണെന്ന് നിനക്കറിയുമോ? സുബ്ഹാനല്ലാഹ്, പിന്നിൽ കാട്ടും ചുമന്നോരു കൊട്ട. മോഹനിന്റെ ബേക്കിൽ അല്ലാഹു തആല ഏറ്റവും വലിയണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക് മതപ്രഭാഷണങ്ങളും പുതിയ മദ്ഹ് ഗാനങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. യൂട്യൂബിൽ ഇല്യാസ് മുണ്ടംപറമ്പ്. വിരൽത്തുമ്പിലെ വിസ്മയ പ്രപഞ്ചം. www.youtube.com. ഇല്യാസ് മുണ്ടംപറമ്പ്.